ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. തിരുവചനം ജീവനുള്ള നമ്മുടെ ദൈവമാണ് വചനം. യോഹന്നാൻ 1:1 പറയും, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹെബ്രായർ 4:12 ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ വചനം ഭക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഈ വചനം നമ്മൾ ഭക്ഷിച്ചാൽ നമുക്ക് എന്താണ് അതിന്റെ പ്രയോജനമെന്ന് നമുക്ക് നോക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 15:16 പറയും, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അതെനിക്ക് ആനന്ദാമൃതമായി, എന്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. നിയമാവർത്തനം 28:10 കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടുമെന്നാണ് പറയുന്നത്. പുറപ്പാട് 20:24 എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. യെരമ്യാ 15:19 വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെ ആകുമെന്ന് പറയുന്നു. നമുക്കറിയാം കർത്താവിന്റെ നാവിന്റെ പ്രത്യേകത. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ രൂപരഹിതവും ശൂന്യവുമായ സ്ഥലം, അവിടെ അന്ധകാരം വ്യാപിച്ചിരുന്നു. അവിടേക്ക് നോക്കി കർത്താവ് പറയുന്നു, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ അതാ വെളിച്ചമുണ്ടായി. അങ്ങനെ 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും ഉണ്ടാകട്ടെ എന്ന് അവിടുന്ന് അരുളി ചെയ്യുകയും അപ്രകാരം സംഭവിക്കുകയും ചെയ്യുന്നു. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.